സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ. പൊട്ടിപ്പിളർന്ന് തകർന്ന് വീഴും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. മലയെന്ന് കടയപ്പെട്ട പഞ്ഞികൾ പോലെയായി തീരുന്നതാണെന്നാണ് ഖുർആൻ വ്യക്തമായി. പൊടിക്കപ്പെടും ഈ ഭൂമി ധവളം ധവളമായി, നിറുത്തപ്പെടും അംലാക്കുകൾ വരി വരികളായി. ദുർമാർഗികളെ ക്ഷണിക്കുന്നതന്ന് ജഹന്നമ, സന്മാർഗികൾക്കന്നുള്ള ഭവനം സ്വർഗമാ. സുഹൃത്തെ, നിനക്കന്നാണ് ചിന്ത വരുന്നത്, അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത്? അമലിൽ എനിക്കെന്നോർത്ത് നീ കരയുന്നതാ, വൽഫജിരിയിൽ ഇത് നോക്കിയാൽ കാണുന്നതാ. റബ്ബോട് മിണ്ടാനന്ന് ധൈര്യവുമില്ല, അനുവാദമുള്ളവരൊഴികെ മിണ്ടലുമില്ല. ഖുർആൻ ഷരീഫിൽ തന്നെ റബ്ബിത് വ്യക്തമായി പറയുന്നതാ, നീ നോക്ക് അമ്മയുടന്ത്യമായി. ഗർഭിണികളെന്നുണ്ടായിരുന്നാൽ പൊന്നേ, പ്രസവിച്ച് പോകും ഭീതിയാൽ ഉടൻ തന്നെ. അതുപോലെ പാലൂട്ടുന്ന എല്ലാ തള്ളയും മറക്കുന്നതാണ് അവർക്കുള്ള പിള്ളയെ തന്നെയും. ജനമൊക്കെയും മസ്തിച്ചതായി കാണുന്നതാ, മസ്തല്ല കാരണം ശിക്ഷ കണ്ട് ഭയന്നതാ. ഖുർആൻ ഷരീഫിൽ തന്നെ റബ്ബിത് വ്യക്തമായി പറയുന്നതാ, നീ നോക്ക് ഹജ്ജിൻ്റെ ആദ്യമായി. ദുർമാർഗികൾ കൊതിക്കുന്നതാ ഭയം കൊണ്ട്, മണ്ണായി ജനിച്ചിരുന്നെങ്കിലോ ഞാൻ പണ്ട്. റബ്ബിന് മുമ്പിൽ നിന്നവർ വിറയ്ക്കുന്നതാ, ഒരു വിഷയവും മറക്കാത്തതായി പറയുന്നതാ. അവരെത്ര കണ്ട് ഭയന്ന് സംഭ്രമിക്കുന്നതാ, സൂറ നിസായിൽ നോക്കിയതും കാണുന്നതാ. വിയർപ്പിൽ ജനം കുളിക്കുന്ന ദിനവും അന്നാ, മുഴമെഴുപതുയരും ഭൂമിയിൽ നിന്നെന്നാ. ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ, ശൈഖാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. ശിരസിൻ്റെ തൊട്ടടുത്തന്ന് ശംസുദിക്കുന്നതാ എന്നുള്ളതും നീ മുസ്ലിമിൽ കാണുന്നതാ. രക്ഷിക്കിലാഹി ദുരിതമിൽ നിന്നെന്നും, അതുപോലെ റബ്ബേ കുല്ല ശിക്ഷയിൽ നിന്നും. സൂറന്ന കാഹളം ഒരു ദിനം ഊതുന്നതാ, ഊതുന്നത് ഇസ്രാഫീൽ നിർവഹിക്കുന്നതാ. അതിനുള്ള രൂപം കൊമ്പ് പോലാണെന്നും കാണാം യവാഖീത്തുൽ ഹദീസിൽ നിന്നും. തനിവെള്ള മുത്താൽ തന്നതും സൃഷ്ടിച്ചതാ, അർശോട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നതാ.